ഹായ് ഫ്രണ്ട്സ്, ശ്രീലങ്ക എന്ന കൊച്ചു ദ്വീപ് രാഷ്ട്രത്തിൽ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ കയറുമ്പോൾ ഇന്ത്യ തെല്ല ആശങ്കയോടെയാണ് ആ സംഭവ വികാസത്തെ നോക്കിക്കാണുന്നത്. പുതിയ ഗവൺമെന്റിന്റെ മനോഭാവം ചൈനീസ് അനുകൂലമാകുമോ, അതോ ഇന്ത്യയോടും ചൈനയോടും തുല്യ അകലം പാലിക്കുമോ, അതോ ഇന്ത്യൻ അനുകൂല മനോഭാവമായിരിക്കുമോ എന്നുള്ളത് ഇന്ത്യ വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചു വരികയാണ്. ഏതാണെങ്കിലും കുറെ കാലമായി ഇന്ത്യയുടെ ശ്രീലങ്കൻ ഫോറിൻ പോളിസി അത്ര തന്നെ വിജയമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഒന്നാമത്തെ കാരണം ചൈനയുടെ കടന്നുകയറ്റം തന്നെയാണ്. ശ്രീലങ്കയിലെ ചൈനീസ് സാന്നിധ്യം ഇന്ത്യക്ക് ഭീഷണിയാണ്, ഒരു സംശയവുമില്ല. തങ്ങളുടെ സാമ്പത്തിക ശക്തി ഉപയോഗിച്ച് ശ്രീലങ്കയിൽ അവർക്ക് ആവശ്യമുള്ളതിനേക്കാൾ വലിയ എയറോഡ്രോമുകളും ഒക്കെ പണിയുമ്പോൾ അതിന്റെ കടം വീട്ടാൻ സാധിക്കാതെ ശ്രീലങ്ക സാമ്പത്തികം ഞെരുങ്ങുകയാണ്. അതുതന്നെയാണ് ശ്രീലങ്ക നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നവും. ഒരുപക്ഷെ ചൈന ശ്രീലങ്കയെ സാമ്പത്തികം ഞെരുക്കുമ്പോൾ ഇന്ത്യ കാഴ്ചക്കാരനെ മാറി നിൽക്കുകയായിരുന്നില്ലേ എന്ന് ചോദിക്കേണ്ടി വരും. കാരണം നമുക്കറിയാം, ശ്രീലങ്കയുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഇന്ത്യയാണ് എപ്പോഴും ഇടപെട്ടുകൊണ്ടിരുന്നത്. അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം, സൈനിക സഹായം ഒക്കെ നൽകിയിരുന്നത് ഇന്ത്യയാണ്. വലിയ സാമ്പത്തിക സഹായം ലോണായിട്ടും ഫ്രീ ആയിട്ടും ഒക്കെ ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആ രാജ്യത്തേക്ക് ചൈനയെ പോലെ വൻശക്തി കടന്നു വരുമ്പോൾ ഇന്ത്യ അത് തടയേണ്ടതായിരുന്നു. ശ്രീലങ്കയോട് പറയണം, ഇത് ഇന്ത്യൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന്. വളരെ ലളിതമായി പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് കടമെടുത്തു എന്ന് കരുതുക, ഉദാഹരണത്തിന് SBI. ആ കടം നിലനിൽക്കെ മറ്റൊരു ബാങ്കിൽ കടമെടുത്താൽ SBI സമ്മതിക്കുകയില്ല. അവര് പറയും, ആദ്യം ഞങ്ങളുടെ കടം അടയ്ക്ക്, എന്നിട്ട് മതി ബാക്കി കടമെടുക്കലൊക്കെ. അത് വ്യക്തിയാണെങ്കിൽ പോലും നമ്മൾ ഒരാളുടെ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ വേറെ മേടിക്കാൻ പോയത് അയാൾ സമ്മതിക്കില്ല. ആദ്യം എന്റെ കാശ് അടയ്ക്ക് എന്ന് പറയുന്നത് പോലെ വലിയ വലിയ നിക്ഷേപങ്ങളാണ് ഇന്ത്യ ശ്രീലങ്കയിൽ നടത്തിയിട്ടുള്ളത്. അത് നിലനിൽക്കെ മറ്റൊരു രാഷ്ട്രത്തിനോട് കടമെടുക്കുമ്പോൾ ഇന്ത്യ അതിൽ ഇടപെടുക തന്നെ വേണമായിരുന്നു. ഇനി ശ്രീലങ്കയുടെ കാര്യം മാത്രമല്ല, കുറെ കാലമായി ഇന്ത്യയുടെ ഫോറിൻ പോളിസി സമീപ രാഷ്ട്രങ്ങളുള്ളത് വിജയമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. സാർക്ക് സംഘടനയൊക്കെ ശക്തമായിരുന്ന കാലത്ത് അടുത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളും പാകിസ്ഥാൻ ഒഴികെ ഇന്ത്യയോട് സൗഹൃദത്തിലായിരുന്നു. ഇപ്പോ സൗഹൃദം എന്ന് പറയാൻ ഒരു രാഷ്ട്രം പോലുമില്ല. ലേറ്റസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ബംഗ്ലാദേശാണ്. ഇത്രയും കാലം ഷെയ്ഖ് ഹസീന ഇന്ത്യയുടെ അനുകൂല മനോഭാവമായിരുന്നെങ്കിൽ ഇപ്പോ അവിടെ നിയന്ത്രിക്കുന്നത് ഇന്ത്യ വിരുദ്ധ ശക്തികളാണ്, പാകിസ്ഥാൻ അനുകൂല പ്രക്ഷോഭകാരികളാണ്. എന്തിന് വെറും ഒരു കൊച്ചു ദ്വീപ് രാഷ്ട്രമായ മാലദ്വീപിൽ പോലും ഇപ്പോൾ മുഴങ്ങിക്കേൾക്കുന്നത് ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യമാണ്. ഇന്ത്യയുടെ വിദേശ നയത്തില് ആകെപ്പാടെ വയ്യെന്ന് പറയാൻ സാധിക്കുന്നത് മുഖ്യ എതിരാളിയായ പാകിസ്ഥാന്റെ കാര്യത്തിൽ മാത്രമാണ്. തീർച്ചയായിട്ടും പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ ഫോറിൻ പോളിസി വിജയമെന്ന് തന്നെ പറയണം. ഇന്ത്യ വിരുദ്ധ ആളിക്കത്തിച്ചുകൊണ്ട്, കാശ്മീർ പ്രശ്നം ഉയർത്തി കാണിച്ചുകൊണ്ട്, അതിർത്തിയിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തി, കള്ളനോട്ടുമൊക്കെ അടിച്ച് കാശ്മീരിൽ തമ്പടിച്ചിരുന്ന ഒരുപാട് വിഘടനവാദികൾക്ക് ഇന്ത്യയുടെ ശക്തമായ പാകിസ്ഥാൻ നയം മൂലം പാട്ടുപെട്ടി പടക്കി വീട്ടിൽ പോകേണ്ടി വന്നു. ഹുരിയത്ത് കോൺഫറൻസ് ഉൾപ്പെടെ ഒരുപാട് സംഘടനകൾ അങ്ങനെ ഇന്ത്യ വിരുദ്ധരായിട്ട് പോലും ഇന്ത്യയിൽ തന്നെ തമ്പടിക്കുകയുണ്ടായി. ഒരുപക്ഷെ പാകിസ്ഥാന്റെ സാമ്പത്തിക സ്രോതസ് കുറയാനും സാമ്പത്തികമായി തകരാനും കാരണമായത് ഈ ഒരു നയം കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭീഷണി എന്ന് പറയുന്നത് പാകിസ്ഥാൻ അല്ല, ചൈനയാണെന്ന് തിരിച്ചറിവും ഇക്കാലത്തുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ലഡാക്കിനെ ഒരു കേന്ദ്രഭരണ പ്രദേശമായി നിലനിർത്തിയിരിക്കുന്നത്. അതെ, ചൈനയുടെ ഭീഷണി ഉള്ളിടത്തോളം കാലം അത് കേന്ദ്രഭരണ പ്രദേശം തുടരുക തന്നെ വേണം. അങ്ങനെ പാകിസ്ഥാനോടും ചൈനയോടും ശക്തമായ നിലപാട് സ്വീകരിച്ച് ഇന്ത്യ മറ്റു പല രാഷ്ട്രങ്ങളുടെ കാര്യത്തിലും മൗനം ഭഞ്ജിക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെയൊക്കെ തിരിച്ചടിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ശക്തമായ രാഷ്ട്രത്തിന് നല്ല സൗഹൃദ ബന്ധങ്ങളും ആവശ്യം തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ ഫോറിൻ പോളിസിയിൽ ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ്. അത് ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം.